ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരു മാസം മുൻപ് നമ്മളൊരു 5 ദിവസത്തേക്ക് വെയിൽസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നമുക്കന്ന് ഹോളിഡേ കിട്ടിയത് കൊണ്ട്. അതുപോലെ നമുക്ക് വീണ്ടും ഒരു ഹോളിഡേ ടൈം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു 5 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വെയിൽസ് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഐശ്വര്യയും അഭിജിത്തും ആണെങ്കിൽ ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത് അരുണും അഞ്ജുമാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കാറൊക്കെ ഫില്ല് ചെയ്ത് അരുണിൻ്റെയും അഞ്ജുൻ്റെയും വീട്ടിൽ പോയി അവരെ പിക്ക് ചെയ്തു. നമ്മൾ ഇനി സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നത് നേരത്തെ വെയിൽസ് പോയതുപോലെ തന്നെ നമ്മൾ ഫെറി കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വെയിൽസിൽ പോകുമ്പോൾ നമ്മൾ ലിവർപൂളിലേക്കാണ് ഫെറി പോകുന്നത്. ഇത് നമ്മൾ കെയർറൈൻ എന്നുള്ളൊരു സ്കോട്ടിഷ് പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് സ്കോട്ട്ലൻഡ് മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ പ്ലാൻ. സ്കോട്ട്ലൻഡ് മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ 5 ദിവസം മതിയാവില്ല. ഇറ്റ്സ് എ വെരി വാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ. പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗ്ലാസ്ഗോ വഴി നമ്മൾ കുറച്ച് ലൊക്കേഷനിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഹാരി പോട്ടർ എന്ന പ്രസിദ്ധമായ സിനിമ ഷൂട്ട് ചെയ്ത കുറേ ലൊക്കേഷൻസും അതിലെ പ്രസിദ്ധമായ ഒരു കൽക്കരി തീവണ്ടിയുണ്ട്, ആ തീവണ്ടി കാണാൻ നമ്മൾ പോകും. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും മുകളിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും വടക്കേ അറ്റം വരെ പോയിട്ട് നമ്മൾ തിരിച്ച് എഡിൻബ്ര സിറ്റിയിലേക്ക് വരും. അവിടുന്ന് എഡിൻബ്ര സിറ്റി എല്ലാം കവർ ചെയ്ത ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യും. അതാണ് നമ്മുടെ 5 ദിവസത്തെ പ്ലാൻ. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഡ്രൈവ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 946 മൈൽ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. 946 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1520 കിലോമീറ്റർ വരും. മുൻപ് വെയിൽസ് പോയപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തത് 1000 കിലോമീറ്ററാണ്. സോ വളരെ എക്സൈറ്റഡ് ആണ്. കൂടാതെ സ്കോട്ടിഷ് ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ടൂറിസം മാപ്പിൽ തന്നെ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന രീതിയിലാണ് പറയുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സ്. അതിൽ നോർത്ത് കോസ്റ്റ് 500 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂട്ടുണ്ട്. മുഴുവൻ ടൂറിസം പ്ലേസിങ് കണക്ട് ചെയ്യുന്ന ഒരു റൗണ്ട് റോഡ്. അത് 516 മൈലോളം ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡ്രൈവ് ചെയ്യുള്ളൂ. കാരണം 5 ദിവസം കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. ബട്ട് അതും വളരെ ഒരു അട്രാക്റ്റീവായ ഒരു ഓപ്ഷനാണ് ഇന്നത്തെ ഈ യാത്രയിൽ. അങ്ങനെ നമ്മൾ കാറ് ഫെറിയുടെ താഴത്തെ ഡെക്കിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫെറിയുടെ ഏറ്റവും മുകളിലേക്ക് വന്നിരിക്കുകയാണ്, ഓപ്പൺ സീ കാണുന്ന ഡെക്കിൽ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല വെതറാണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. പക്ഷേ നല്ല കാറ്റുണ്ട് രാവിലെ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. നമ്മൾ വെയിൽസ് ട്രിപ്പിൽ ഫെറിയുടെ മുഴുവൻ ഡീറ്റെയിൽസും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു. പിന്നീട് താഴെ പോയിട്ട് ഫെറിയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് നമ്മളത് കഴിച്ചു. ബെൽഫാസ്റ്റ് ടു ലിവർപൂൾ നമ്മൾ പോയത് 8 മണിക്കൂർ ഫെറിയിലിരിക്കണമായിരുന്നു. പക്ഷേ ബെൽഫാസ്റ്റ് ടു കെയർറൈൻ വെറും 2 മണിക്കൂർ സെയിലിങ്ങേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂറിന് നമ്മളവിടെ എത്തും. ഫെറിക്കകത്തുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് പ്രൊജക്ടർ വെച്ചിട്ട് താഴെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു അക്വേറിയത്തിൻ്റെ വീഡിയോ പോലെ ഉണ്ട്. മീനുകൾ ഓടുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് ഒറിജിനൽ മീനാണെന്ന് പറഞ്ഞിട്ട് അവരതിനെ ചവിട്ടും, അതിനെ മുകളിൽ ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം ഇരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കെയർറൈൻ പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബെൽഫാസ്റ്റിലാണെങ്കിലും ലിവർപൂളിലാണെങ്കിലും പോർട്ട് എന്ന് പറയുന്നത് ആ ഒരു വലിയ ബിഗ് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കെയർറൈനും അങ്ങനെ ആയിരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കെയർറൈൻ അങ്ങനെ ഒരു സിറ്റിയുടെ ഭാഗമേ അല്ല. ഈ പോർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി ചുറ്റും മലനിരകളും വെള്ളവും മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേറൊരു സാധനം ഇവിടെ കാണാൻ പറ്റി. ഈ തീരത്തിനോട് അടുത്ത് ഷിപ്പ് വന്നപ്പോൾ ഷിപ്പിൻ്റെ സൈഡിലെല്ലാം ജെല്ലി ഫിഷ്. നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷ് കാണുന്നത്. അപ്പോൾ അതൊരു നല്ല കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ പോർട്ടിലെത്തി. അവിടെ നിന്ന് കാർ എടുത്ത് സ്കോട്ട്ലൻഡിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കാണുമ്പോൾ തന്നെ വളരെ ഗ്രീൻ ആയിട്ടുള്ള ഏരിയയാണ്. നോർത്തേൺ അയർലൻഡിനെയും വെയിൽസിനെയും വെച്ച് നോക്കുമ്പോൾ വേറൊരു ജിയോഗ്രഫിയാണ്. ഒരു രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും വളരെ വ്യത്യസ്തമായ ജിയോഗ്രഫിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും ലാൻഡ്സ്കേപ്പും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനായ ഫിന്നിച്ച് ഗ്ലെൻ എന്നൊരു സ്ഥലത്തേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. സ്കോട്ടിഷ് ആൻഡ് ഐറിഷ് ഭാഷയിൽ ഗ്ലെൻ എന്ന് പറഞ്ഞാൽ ഒരു വാലി എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഫിന്നിച്ച് ഗ്ലെൻ എന്ന് പറഞ്ഞ സ്ഥലം ഇതുപോലൊരു താഴ്വരയിൽ കാടിന് നടുവിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്. എന്താണ് പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 70 അടിയോളം താഴ്ചയിൽ വലിയ ഒരു വിടവുണ്ട് ഭൂമിയിൽ. അതിനടിയിലൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് വളരെ വിശാലമായൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങി നിന്ന് ആ പുഴയെ കാണാം, വെള്ളം ഒഴുകുന്നത് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലാൻഡ്സ്കേപ്പാണ് വന്നിറങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നത്. റോഡിൻ്റെ ഇടതുവശത്ത് അറ്റ്ലാന്റിക് ഓഷനാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മലനിരകളും കൃഷി സ്ഥലങ്ങളും മൊത്തം പച്ച പിടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സമുദ്രത്തിന് നടുവിൽ ഒരു ദ്വീപ് പോലെ വലിയൊരു മല പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മോൾ ഭാഗത്ത് മൊത്തം കോടമഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയായിരുന്നു അത്. പക്ഷേ ആ മലയിലേക്ക് റോഡൊന്നുമില്ല. ഒന്നുകിൽ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഫെറിയിലോ ബോട്ടിലോ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി നമ്മൾ ഒരു ഫിഷർമെൻ വില്ലേജിലെത്തി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം, എല്ലാവർക്കും ഒന്ന് ടോയ്ലറ്റിൽ പോകണം വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. പുറകിലിരുന്ന് ഉറങ്ങിയിട്ട് അവൾക്ക് ബൈക്ക് ഓടിക്കണം. അങ്ങനെ നമ്മൾ ഗ്ലാസ്ഗോ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ് ഗ്ലാസ്ഗോ. UK-യിലെ 3ാമത്തെ ബിഗ്ഗസ്റ്റ് സിറ്റിയും കൂടിയാണ് ഗ്ലാസ്ഗോ. വളരെ ബിസി ആയിട്ടുള്ള പോപ്പുലസ് ആയിട്ടുള്ള ഒരു മോഡേൺ സിറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ പക്ഷേ ഗ്ലാസ്ഗോയിൽ ഇറങ്ങുന്നില്ല. നമ്മൾ ഇതുവഴി പാസ് ചെയ്തിട്ടാണ് നമ്മളുടെ 1ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഗ്ലാസ്ഗോ സിറ്റിയും വലിയ റോഡുകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ കൺട്രി സൈഡിലെ ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയും ഒരു 20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ 1ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ സ്ഥലം അങ്ങനെ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. പ്രോപ്പറായിട്ടൊരു കാർ പാർക്കിംഗ് ഒന്നുമില്ല. റോഡിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അതവിടെ ഇന്ന് ഫുള്ളായിരുന്നു. ഇന്ന് സൺഡേ ആണ്, സമ്മറാണ്, ടൂറിസം സീസണാണ്. നമുക്കൊരു സ്പോട്ട് കിട്ടാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ കാറ് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഈ കാണുന്ന സ്ഥലത്തൂടെ നടന്നു പോയിട്ട് ആ ദൂരെ കാണുന്ന ആ മരങ്ങൾക്കിടയിലാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ നടക്കുക. അരുൺ പുതിയൊരു ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേപ്പബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിന് ആക്റ്റീവ് ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ട്രാക്ക് ചെയ്യും. അപ്പോൾ എത്ര സ്പീഡിൽ ഓടിയാലും അത് ട്രാക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാണ്. അല്ലാതെ നമ്മൾ പട്ടി കടിക്കാൻ വന്നിട്ടല്ല നമ്മൾ ഓടുന്നത്. അയ്യോ ഇത് നോക്കടാ താഴത്തേക്ക്. അപ്പൊ സീനായിരിക്കും അല്ലേ? നമ്മ തെറ്റായ വഴി കൂടിയാണോ ഇറങ്ങുന്നത്? മോളിൽ കയറിക്കോ, നടന്നോ, കയറിക്കോ. ഞാൻ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നേ. ഇതാണ് ജോബിന്റെ കളർ. എനിക്ക് കറുപ്പല്ലോ. നല്ല ചെളിയും വഴുവഴുപ്പൊക്കെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. അതാണ് വടിയെടുക്കാൻ പോകണോ? നല്ല ലൈറ്റും നല്ല വീഡിയോ ആണ് കേട്ടോ. നല്ല പച്ചപ്പല്ലേ. അടിപൊളി കാടാണ്. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ ആ തണലത്തൂടെ. കൂടാതെ ഏറ്റവും താഴെ ആ പുഴ ഒഴുകുന്നതിൻ്റെ ശബ്ദം നമുക്ക് ഫുൾ ടൈം കേൾക്കാൻ പറ്റും.
ഈ സ്റ്റെപ്സ് വഴിയാണ് 70 അടുത്ത ആഴ്ചയിലേക്ക് ആ ഗർത്തത്തിൻ്റെ അടിഭാഗത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. വളരെ ഇടുങ്ങിയ ഒരു സ്റ്റെപ്സാണ്, കൂടാതെ നനഞ്ഞിട്ടുണ്ട്, ആളുകൾ ചവിട്ടി ചവിട്ടി മണ്ണായിട്ട് നല്ല സ്ലിപ്പറിയുമാണ്. ഇത് 200 വർഷം മുൻപ് നിർമ്മിച്ച സ്റ്റെപ്സാണെന്നാണ് പറയുന്നത്. എപ്പോഴും മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി കുറേ സ്ഥലത്ത് സ്റ്റെപ്സൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് നിരങ്ങി 2 കൈ കുത്തി കാല് കുത്തി അങ്ങനെയൊക്കെയാണ് പതുക്കെയാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ നമ്മളൊന്ന് പേടിച്ചു, ഇറങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു. കുറേ ആളുകൾ ഇത് കണ്ടിട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. അവിടെ സ്റ്റെപ്പാണെന്ന് അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. ഇവിടെ എനിക്ക് സീനില്ല. ഒരു കയറ് കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇരുന്ന് നിരങ്ങിയും കഷ്ടപ്പെട്ടും അവസാനം താഴെ എത്തുക തന്നെ ചെയ്തു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വേറെ വേൾഡ് ഫീലാണ്, വല്ലാത്ത രസമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം മാത്രം കുറച്ച് വീതിയുണ്ട്, ബാക്കി 2 സൈഡിലും വളരെ ഇടുങ്ങിയ മലകൾക്കിടയിലൂടെ ഈ ഗ്യാപ്പിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും. കൂടാതെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ മണ്ണിലെ മിനറൽസിൻ്റെ സാന്നിധ്യം കാരണം വെള്ളം എപ്പോഴും ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. കൂടാതെ ചുറ്റുമുള്ള പാറ നോക്കുക, അതെല്ലാം ചുവന്ന കളറായിരിക്കും. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ഒന്നാമത്തെ ലൊക്കേഷൻ നമ്മളെ നിരാശപ്പെടുത്തിയില്ല. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. കുറേ അധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് ഈ സ്റ്റെപ്പെല്ലാം കയറി മുകളിലേക്ക് പോകണം. അതൊരു ടാസ്ക്കാണ്. നമ്മളെന്തായാലും തിരിച്ച് കയറുകയാണ്. ഒന്നാമത്തെ ലൊക്കേഷനിലെ നടത്തവും സ്റ്റെപ്പ് കയറലും ഇറങ്ങലും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഷിപ്പിൽ നിന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആവിയായിപ്പോയി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് അത് നോക്കിയപ്പോൾ ഒരു KFC ആണ് നമുക്ക് കണ്ടു കിട്ടിയത്. അപ്പോൾ നമ്മൾ KFC പോയി ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാണ്. കൂടാതെ വേറൊരു ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് രാത്രിയും നാളെ രാത്രിയും ഒരു എയർബിഎൻബിയിലാണ് താമസിക്കുന്നത്. അത് വളരെ ഡീപ്പ് ഇൻസൈഡ് ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അടുത്ത് സൂപ്പർ മാർക്കറ്റുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് ഇന്ന് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യണം, ഇന്ന് രാത്രിക്ക് കഴിക്കാനും നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ KFCയിൽ പോയ ശേഷം വേറൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയി ഭക്ഷണം കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. സാലിയുടെ മൂടും അഞ്ജുവിൻ്റെ ഉടുപ്പും കണ്ടില്ലേ, അവർ ആ സ്റ്റെപ്പിൽ എഴുതുകയായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ആ കാണുന്നത്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ലേക്കാണ്. ആ ലേക്ക് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ദൂരം അപ്പുറത്ത് തന്നെ വളരെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ 2 സ്ഥലമാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു. ഇനി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ലേക്ക്, ലോച്ച് ലൊമോണ്ട് എന്ന് പറയും. വളരെ പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നിറയെ ആളും തിരക്കും കുട്ടികളും മനുഷ്യരും എല്ലാം ഉണ്ട്. കുറേ ആളുകൾ തോണി തുഴയുന്നുണ്ട്, കനു തുഴയുന്നുണ്ട്, നീന്തി കളിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ നമുക്ക് തിരക്കിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അധിക സമയം നിന്നില്ല. പക്ഷേ ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വണ്ടിയിൽ കയറി അടുത്ത നമ്മളുടെ വ്യൂ പോയിൻറ്റിലേക്ക് ഡ്രൈവ് ചെയ്തു. വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴി ഒരു 1.5 വഴിയായിരുന്നു. തഴച്ച് വളർന്നു നിൽക്കുന്ന പൈൻമരക്കാടുകൾക്കിടയിലൂടെയാണ് റോഡ് പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വ്യൂ പോയിൻറ്റിൽ എത്തിയ ശേഷം അതിനേക്കാൾ നൈസാണ്. വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വെതറുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഓടിയതിൻ്റെ ക്ഷീണമൊക്കെ അവിടെ ഇരുന്ന് നമ്മൾ തീർത്തിട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയത്.
അപ്പോൾ ഇനി നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം സമയം രാത്രി ഒരു 8:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് 1 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ഉണ്ട് നമ്മുടെ അവസാനത്തെ ലൊക്കേഷനിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ അവസാനത്തെ സ്റ്റോപ്പായ മക്കേക്സ് ടവർ. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ താമസിച്ചിരുന്ന വളരെ ധനികനായിട്ടുള്ള ആളായിരുന്നു ജോൺ സ്റ്റുവർട്ട് മക്കൈക്ക്. 1800കളിലാണ് പുള്ളിയോട് താമസിച്ചത്. അപ്പോൾ പുള്ളിയുടെ ഒരു വട്ടൻ ചിന്തയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ട ടവറാണിത്. അതായത് പുള്ളി കരുതിയത് പുള്ളിയുടെ ഫാമിലിക്കും പുള്ളിക്കുള്ളൊരു ഓർമ്മയായിട്ട് ലോകാവസാനം വരെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ സാധനമാണിത്. അപ്പോൾ അന്നത്തെ കാലത്ത് 5000 പൗണ്ടിനാണ് ഇത് ബിൽഡ് ചെയ്തത്. അത് ഇന്നത്തെ കാലത്ത് അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ 6,90,000 പൗണ്ട് ആകുമെന്നാണ് പറയുന്നത്. അതായത് 6,90,00,000 രൂപ. പുള്ളി ഉദ്ദേശിച്ചത് ഇങ്ങനെ ടവർ ബിൽഡ് ചെയ്ത ശേഷം അതിന് നടുവിൽ പുള്ളിയുടെയും ഫാമിലിയുടെയും കുറേ പ്രതിമയൊക്കെ സ്ഥാപിക്കുക, അങ്ങനെ ലോകാവസാനം വരെ പുള്ളിയുടെ ഓർമ്മ നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ബിൽഡിങ് ചുറ്റുവട്ടം നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി മരിച്ചുപോയി. അതുകൊണ്ട് ബാക്കി പ്ലാനൊന്നും നടന്നില്ല. അങ്ങനെ ഇത് അബാൻഡൻഡ് ഒരു കെട്ടിടത്തിലൂടെ കിടക്കുകയാണ്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി റോമൻ ആർക്കിടെക്റ്റിൻ്റെ വലിയൊരു ആരാധകനായതുകൊണ്ട് റോമിലെ കൊളോസിയത്തിൻ്റെ ഡിസൈനിലാണ് ഇത് ബിൽഡ് ചെയ്തത്. അതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. പൂച്ച ഇരിക്കണ നോക്ക്. കടിക്കുമെന്തോ ഞാൻ ആദ്യം പോട്ടെ, നീ വളർത്തി കേട്ടോ. കടിച്ചാലോ, തലോടിയാലോ, കടിക്കോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ടവറിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള തടാകത്തിൻ്റെ കാണാൻ പറ്റുക. പുള്ളി ഇത് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സ്ഥലം വളരെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് 5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഴയത്ത് നമ്മൾ ഓടി അവസാനം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇരുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി 1 മണിയായി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ രാത്രി നല്ല ടയേർഡായിരുന്നു, കയറി അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ദിവസത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.